വടക്കഞ്ചേരിയിൽ കിടപ്പ് രോഗിയായ വീട്ടമ്മയെ കടിച്ച തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. സമീപത്തെ മറ്റൊരു പശുക്കുട്ടിക്ക് പേ വിഷബാധ ലക്ഷണങ്ങൾ. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കിടപ്പ് രോഗിയായ പുളിമ്പറമ്പ് വിശാലത്തിന് തെരുവുനായയുടെ കടിയേറ്റത്. അരുൺ ആലത്തൂർ ചേരുന്നു. വിവരങ്ങളുമായി അരുൺ പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വീടിന് സമീപത്തെ ചായ്പിൽ കിടക്കുകയായിരുന്ന ഈ വയോധികയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഇവർ ചായ്പിൽ കിടക്കുന്ന സമയത്ത് തെരുവുനായ വന്ന് കടിച്ച് ഇവരുടെ കയ്യിലെ മാംസം ഉൾപ്പെടെ പുറത്തു വരുന്ന തരത്തിൽ പരിക്കേറ്റിരുന്നു. നിലവിളി കേട്ട് നാട്ടുകാരും മറ്റും ഓടിക്കൂട്ടി. പിന്നീട് ഈ തെരുവുനായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. ഈ വിശാലം എന്ന വയോധികയെ ആദ്യം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലും മറ്റും പ്രവേശിപ്പിച്ചു. അതിനുശേഷം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ എത്തിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അവിടുത്തെ പ്രദേശത്ത് തന്നെ ഒരു പശുക്കുട്ടിയെ ഉൾപ്പെടെ തെരുവുനായ ആക്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ തെരുവുനായയുടെ സാമ്പിളുകൾ മണ്ണുത്തിയിലുള്ള വെറ്റിനറി സർവകലാശാലയിൽ അയച്ച് പരിശോധന നടത്തിയതിലാണ് ഈ നായയിൽ പേവിഷ ബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണിത് ഉളവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഭാഗത്ത് കൂടുതൽ ഈ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ഈ നായ കടിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴേതായാലും ഈ നായയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ ഒരു പശുക്കിടാവിന് ഉൾപ്പെടെ ഇപ്പോൾ പേവിഷബാധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസം പരിക്കേറ്റ വയോധികയാണെങ്കിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന സ്ഥിതിയാണ് ഉള്ളത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.